ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം, സന്ധ്യാവന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രത്യേകമായി ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ ഗ്രൂപ്പിൽ ഇന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ദുബായിലുണ്ടായിരുന്നു ഞാൻ. പ്രിയപ്പെട്ട എൻ്റെ ആത്മമിത്രമായിരിക്കുന്ന എബി ബ്രദറിനോടൊപ്പം വിശുദ്ധ നാട്ടിലൊക്കെ പോകുവാനും വലിയ ഒരു സന്തോഷം അനുഭവിക്കാനും ഒക്കെ ഇടയായി. അതിന് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലും സപ്പോർട്ടും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സൗജന്യമായി നൽകി തന്ന എബി ബ്രദറിനോടുള്ള സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആ പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അജയ് ബ്രദറിന്റെ ഭവനവുമായും ഒക്കെ എനിക്ക് അടുത്ത ബന്ധം പുലർത്തുവാൻ, കൂട്ടായ്മ ആചരിപ്പാനൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അലക്സാണ്ടർ ബ്രദറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എഡോ മിഷന്റെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വത്തിലായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എഡോ മിഷന്റെ പ്രയറിലും തിരുവചനം ശുശ്രൂഷിപ്പാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും നിങ്ങളുടെ എന്നോടുള്ള വലിയ ആത്മാർത്ഥതയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അജി ബ്രദറിനോടും എബി ബ്രദറിനോടും അതുപോലെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ എല്ലാ ചുമതലക്കാരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ കടന്നുപോയത്. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല. 2020 ആരംഭിച്ചപ്പോൾ ഒരുപാട് നല്ല വാഗ്ദാനങ്ങളൊക്കെ അനേകർ ദൈവമക്കൾ തന്നെ പലരും പറഞ്ഞു അങ്ങനെ അനുഗ്രഹകരമായിരിക്കും ഈ വർഷം എന്നുള്ളതൊക്കെ ചിന്തിച്ച് അങ്ങനെയാണ് നമ്മൾ ആരംഭിച്ചത്. എന്നാൽ ആയുസ്സിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കാലങ്ങളിൽ നമ്മളെല്ലാവരും കടന്നുപോയത്. ഞാൻ ഏത് കാലത്തിനും എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഓർക്കുന്നത് ഒരു 10-15 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ നമുക്ക് പള്ളി പോകാൻ പറ്റുന്നില്ല, കൂട്ടായ്മ കൂടാൻ പറ്റുന്നില്ല, ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല, സന്ദർശിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകേണ്ടി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോയാൻ. കാരണം ഈ സൂം പ്ലാറ്റ്ഫോമോ ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തേക്ക് ഒരു GB 250 രൂപ കൊടുക്കുമ്പോൾ എഴഞ്ഞു നീങ്ങി പോകുന്ന ആ ഒരു സന്ദർഭമായിരുന്നു. എത്ര പേർക്ക് അതിൽ കൂടാൻ പറ്റുമായിരുന്നു? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ദൈവം നമുക്ക് അനുകൂലമായി, ദൈവമക്കൾക്ക് അനുകൂലമായി, പ്രൈസ് ദ ലോർഡ്, ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ദൈവമക്കൾക്ക് ഒരു തടസ്സവുമില്ല. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ദൈവവചനം കേൾക്കാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ യൂട്യൂബിലൂടെയും മറ്റ് അനേക സംവിധാനങ്ങളിലൂടെ നമുക്ക് കേൾക്കാനിടയായി. അതുകൊണ്ട് ഈ കാലത്തിനും നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം, ദൈവത്തിന് സ്തുതി കരയറ്റാം. ഇന്നലേക്കാൾ ഇന്ന് ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ ദൈവം ഇടയാക്കി. തീർച്ചയായിട്ടും എല്ലാ കരുതലിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുവചന ധ്യാനത്തിനായി ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്ത് ദൈവവചന ധ്യാനത്തിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു,
എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്ക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി വിവിധ ദേശങ്ങളിൽ ഇരുന്ന് ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ ഭാഗ്യം തന്നതിനാൽ സ്തോത്രം. പാട്ടുകൾ പാടിയ, സങ്കീർത്തനം വായിച്ച, പ്രാർത്ഥിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. സംബന്ധിക്കുന്ന എൻ്റെ മക്കൾക്കായി സ്തുതിക്കുന്നു. അല്പസമയം ഇരിക്കട്ടെ, അടിയന്റെ അധരത്തെ ശുദ്ധീകരിക്കണം. ഞങ്ങൾക്ക് ഈ വർഷം ആവശ്യമായത് നീ നൽകി തരണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് വായിച്ചു കേട്ടത്. ഒരുപാട് പ്രാവശ്യം നാം ഇതിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു വേദഭാഗം. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താന് ശിഷ്യന്മാരെ തിബരിയാസ് കടൽക്കരയിൽ വെച്ച് അവസാനമായി കാണുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. ഞാൻ ഇങ്ങനെ അവിടെ പറയും, തങ്ങളുടെ സമർപ്പണങ്ങളെ മറന്ന്, ഗുരുനാഥനെ മറന്ന്, തിരസ്കാരത്തിന്റെ കയ്പോടുകൂടി ഭൗതിക സ്വർഗം തേടി സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം തീരുമാനത്തിനും സ്വന്തം ഇച്ഛകൾക്കും അനുസരിച്ച് തങ്ങളുടെ വേലയ്ക്കായി പുറപ്പെട്ടു പോയ കൂട്ടരെ തേടി കരയിൽ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവ്. അതാണ് ഗന്നസരത്ത് തടാകത്തിൽ ഇപ്പോൾ കണ്ട അനുഭവം. തങ്ങളുടെ ഗുരുനാഥനെ മറന്ന്, തങ്ങളുടെ ഗുരുനാഥന് കൊടുത്ത സമർപ്പണത്തെ മറന്ന്, ഗുരുനാഥന് കൊടുത്ത വാക്കുകളെ മറന്ന്, ഗുരുനാഥന്റെ സാന്നിധ്യം മറന്ന് പോയവരെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗത്ത് സ്നേഹത്തിന്റെ, സ്വീകാര്യത്തിന്റെ ഏറ്റവും നല്ല ഒരു ദൃശ്യം ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹത്തിന്റെ ഭാഷ, അതാണ് ഈ തിബരിയാസ് കടൽക്കരയിൽ കണ്ടത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യം. തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞു പോയവന് അവനോട് അരുമനാഥനായ പൊന്നു തമ്പുരാൻ പ്രാതൽ ഒരുക്കി കാത്തിരുന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. 21:15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ സ്നേഹമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുള്ള കേന്ദ്ര ബിന്ദു. കാരണം ദൈവത്തെ അവതരിപ്പിക്കുന്ന തന്നെ ദൈവ സ്നേഹമാണെന്ന, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന. അപ്പോൾ സ്നേഹത്തിന് തുല്യമായി ഇനി വേറൊരു ചോദ്യം വേറെ ഒരു വേദഭാഗത്തും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇന്ന് ഈ വർഷാവസാനം നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ഈ കൂട്ടായ്മ കടന്നു വരുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ആരോടാ? തിരസ്കരിച്ച്, തള്ളിക്കളഞ്ഞ്, അകലം വിട്ട് അനുഗമിച്ചവന്റെ പ്രാതലൊരുക്കി കാത്തിരുന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം നമ്മൾ തന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ കൂട്ടായ്മ വിട്ട്, ദൈവത്തിന്റെ സ്നേഹത്തെ മറന്ന്, ദൈവത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളെ മറന്ന്, ദൈവത്തോടെടുത്ത തീരുമാനങ്ങളെ മറന്ന് നമ്മളൊക്കെ പല രീതിയിൽ പല ഭൗതികതയുടെ പുറകിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടുമാകുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ചോദിച്ചത്? ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഉദ്ധിതനായ യേശു കർത്താവ് അവന്റെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ട്, ഈ ചോദ്യം കൊണ്ട് സംഭവിച്ചത് പത്രോസിന്റെ ഏറ്റവും മനോഹരമായ സൗരഭ്യം ഉണ്ടാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറ്റിമറിക്കപ്പെടുന്ന അനുഭവമായി ആ ചോദ്യങ്ങൾ തീരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ആ ചോദ്യത്തിൽ ഒന്നാമത്തെ കാര്യം 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്
നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ ചോദിക്കട്ടെ ദൈവത്തിന്റെ മക്കളെ, തിരസ്കരിച്ചു പോയവനെയാണ്, തള്ളിപ്പറഞ്ഞു പോയവനെയാണ്, അവനോടാണ് ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പത്രോസിന് പകരം ഒരു 10,000 പത്രോസിനെ ഉണ്ടാക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് തീർച്ചയായിട്ടും പത്രോസിന് പകരമായി വേറെ എത്ര പത്രോസന്മാരെ വേണമെങ്കിലും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരെ കണ്ടുപിടിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയും. എന്നാൽ തള്ളിക്കളഞ്ഞ, തിരസ്കരിച്ചു പോയവനോട് കർത്താവ് ചോദിക്കുക നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. പത്രോസിനെ തള്ളിക്കളയാൻ 10,000 കാരണങ്ങൾ കാണും. പത്രോസിനെ ഉപേക്ഷിക്കാൻ, പത്രോസെ കൊള്ളത്തില്ല എന്ന് പറയാൻ ഒരുപാട് കുറവുകൾ, ഒരുപാട് ബലഹീനതകൾ. ഞാൻ പറയും 10,000-ൽ പരം ബലഹീനതകളുണ്ട്. എന്നാൽ പത്രോസിനെ ചേർത്ത് പിടിക്കാൻ 1, 2, 3 അല്ലെങ്കിൽ 5 കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. 1, 2 അല്ലെങ്കിൽ 5 കാരണങ്ങൾ കൂടുതൽ പത്രോസിന്റെ നല്ല സ്വഭാവം എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ബാക്കി ഉള്ളതെല്ലാം തിരസ്കരിക്കാനുള്ള എല്ലാ കാരണങ്ങളും പത്രോസിലുണ്ട്. 10,000 കാരണങ്ങൾ കാണും. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് റീപ്ലേസിന്റെ ഒരു കാലം, റീപ്ലേസ്മെന്റ്, കാലകരണപ്പെട്ടതിനെ ഉപേക്ഷിക്കുന്ന ഒരു കാലം. ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരനുഭവമാണ്. നമുക്കെല്ലാം അറിയാം, ഏത് കാര്യവും ഉപയോഗമല്ലെങ്കിൽ അതിനെ നമുക്ക് വലിച്ചെറിയാൻ കഴിയും, അല്ലെ? റീപ്ലേസ്മെന്റിന്റെ കാലമാണ്. ഒരു പ്രോഡക്റ്റ്, ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞ ഒരു പഠനം ഇങ്ങനെയാണ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് 3 ലൈഫുണ്ട്, 3 ജീവനുണ്ട്, 3 അവസ്ഥകളുണ്ട്. ഒന്നാമത്തെ മിഷൻ ലൈഫ് എന്നാ പറയുന്നത്. അതിന് ആ യന്ത്രത്തിന് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ യന്ത്രം അതുവരെ ഉപയോഗിക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ അത് കാലകരണപ്പെട്ടു, അതിനെ തിരസ്കരിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മാർക്കറ്റ് ലൈഫാണ്. അതിന് കച്ചവട മൂല്യം, ആ കച്ചവട മൂല്യമുള്ള ഒരു കാലഘട്ടമുണ്ട്, അത് കഴിയുമ്പോൾ അതിനെ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ലൈഫാണ് വർക്ക് ലൈഫ്, VOG, പ്രചാര കാലഘട്ടം അല്ലെങ്കിൽ ട്രെൻഡ്. ആ സാധനത്തിന്, ആ യന്ത്രത്തിന് ഒരു ട്രെൻഡ്, ആ ഒരു കാലഘട്ടമുണ്ട്, അത് കഴിയുമ്പോൾ അതിനെ വലിച്ചെറിയാം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു മിഷന്റെ കാര്യം പറഞ്ഞ പോലെ. ബന്ധങ്ങൾ ശിഥിലമാകാൻ, നമ്മുടെ ജീവിതത്തിൽ നിരാശ വരാൻ, ഉപേക്ഷിക്കപ്പെടാൻ, അംഗീകാരം നഷ്ടപ്പെടാൻ ഒക്കെ ഒരു ചെറിയ കാലഘട്ടമുണ്ട്. അതിനെ എന്ത് ചെയ്യും? നമ്മൾ വലിച്ചെറിയും. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അധികാരമുള്ളപ്പോൾ ആൾക്കാർ നമ്മുടെ കൂടെ കാണും. MLA ആയിട്ടോ, പ്രസിഡന്റ് ആയിട്ടോ, സെക്രട്ടറി ആയിട്ടോ, ട്രസ്റ്റി ആയിട്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനം വഹിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ കൂടെ കാണും. എന്നാൽ സ്ഥാനം പോകുമ്പോ വലിച്ചെറിയപ്പെടും. ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ ആള് കാണും, ആരോഗ്യം നഷ്ടപ്പെടുമ്പോ ആളുകൾ കാണത്തില്ല. കഴിവുകളുള്ളപ്പോൾ നമ്മുടെ കൂടെ ആൾക്കാർ കാണും, കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ, കഴിവില്ലാത്തവനായി തീരുമ്പോൾ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. സൗന്ദര്യമുള്ളപ്പോൾ ആൾക്കാർ നമ്മുടെ കൂടെ കാണും, സൗന്ദര്യം ഇല്ലാത്തപ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ജോലിയുള്ളപ്പോൾ നമ്മുടെ കൂടെ ആൾക്കാർ കാണും, ബാങ്ക് ബാലൻസും സമ്പത്തും ഒക്കെ ഉള്ളപ്പോൾ ആൾക്കാർ നമ്മുടെ കൂടെ കാണും. എന്നാൽ അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. മഹിമയുള്ളപ്പോൾ, മഹത്വമുള്ളപ്പോൾ നമ്മളുടെ ആൾക്കാർ കാണും. എന്നാൽ അത് കഴിഞ്ഞാൽ നാം അപ്ഡേറ്റ് ആയി, നമ്മൾ വലിച്ചെറിയപ്പെടുകയാണ്. ഞാനിവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ചെറിയ കാലഘട്ടം അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും. ഹല്ലേലൂയ. ഈ ലോകം അങ്ങനെയാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഔട്ട്ലെറ്റ് ആയ, ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലായവരെ ചേർത്തു പിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഒന്ന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ, അധികാരം നഷ്ടപ്പെടുമ്പോൾ,
സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ഭൗതികമായ നന്മകളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറുമ്പോൾ, നമ്മളെ ചേർത്തു പിടിക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ മാനിക്കുന്ന, നമ്മളെ കുറിച്ച് ഉള്ള പദ്ധതികൾ അന്നേരം തയ്യാറാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗികമായ കാര്യങ്ങളെ കണ്ടിട്ടല്ല അവൻ നമ്മളെ സ്നേഹിക്കുന്നത്, പൂർണ്ണമായ അനുഭവങ്ങളെ കണ്ടിട്ടാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നത്. പത്രോസും കൂട്ടരും തീർച്ചയായും ഒരു കാലഹരണപ്പെട്ട ഒരു കൂട്ടരാണ്. എന്നാൽ അവരെയാണ് ഔട്ട്ഡേറ്റ് ആയതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം അതിനെ പുതുക്കി പണിയുക. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ പറയുന്ന ഒന്നാമത്തെ കാര്യം, എന്റെ പ്രസംഗത്തിലെ ഒന്നാമത്തെ കാര്യം, ഈ ഗനസറ തടാകത്തിൽ നടന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പണിയപ്പെടലിന്റെ സൗന്ദര്യമാണ്. പണിയപ്പെടലിന്റെ സൗന്ദര്യം. ഹല്ലേലൂയ. ഉപയോഗമില്ലാത്ത, ഇനി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ഒരുപാട് കാരണങ്ങളുള്ള, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരുപാട് സാധ്യതകളുള്ള ഈ ചെറിയ കാലത്തെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാതെ അതിനെ പുതുക്കി പണിഞ്ഞ് അത് പുതിയ സൗന്ദര്യത്തിന്റെ അനുഭവത്തിലേക്ക് അതിനെ മാറ്റുകയാണ്. പണിയപ്പെടലിന്റെ സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് അതാ അവിടെ കാണുന്നത്, പണിയപ്പെടലിന്റെ സൗന്ദര്യം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ആർക്കും എന്നെ വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ, എന്റെ കാലം കഴിഞ്ഞു, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തീർന്നുപോയി, ഇനി എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് തോന്നുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ പുതുക്കി പണിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പുതുക്കി പണിയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലവട്ടം നിന്നെ തിരസ്കരിച്ച അടുത്തു വന്ന് കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളിലും ജീവിതം അവസാനിച്ചെന്ന് വിചാരിക്കുമ്പോ, ഹല്ലേലൂയ, ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയിൽ പറയട്ടെ, കർത്താവ് നിന്നെ കുറിച്ചുള്ള പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്ദിച്ചവിടെ നടുവിൽ, നിന്നെ തിരസ്കരിച്ചവിടെ നടുവിൽ ചേർത്തു പിടിച്ചു മാനിക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുള്ള, ഞാൻ അവിടെ തന്നെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പുതുക്കിപ്പണി എന്ന കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കാര്യമാണ് കോളാമ്പി. കോളാമ്പി എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം, ഈ പിത്തള കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം. കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഡിസ്പോസിബിളും വാഷ് ബേസിനും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ കോളാമ്പി അറിയത്തില്ല. എന്നാൽ തുപ്പക്കോളാമ്പി എന്നാണ് നാട്ടിൽ പറയുന്നത്. തുപ്പാൻ മാത്രം, തുപ്പലിനെ സ്വീകരിക്കാൻ മാത്രം ഉണ്ടാക്കി അതിനായിട്ട് പണിഞ്ഞ ഒരു സാധനം. ആ സാധനം വിലയുള്ള സാധനമാണ്, നല്ല വിലയുള്ള സാധനമാണ്. എന്നാൽ ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മാനപാത്രത്വമായി അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെ ഇപ്പോൾ ക്ലാവ് പിടിച്ച് എവിടെ കിടക്കാം. ഞാൻ ചിന്തിക്കുന്നത്, അത് എത്രമാത്രം തേച്ച് കഴുകിയാലും, എത്രമാത്രം നന്നാക്കിയാലും, പോളിഷ് ചെയ്ത് എല്ലാം ഭംഗിയാക്കി വെച്ചാലും, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ മരുമോള് വീട്ടിൽ വന്നപ്പോ ഈ എല്ലാം വൃത്തിയാക്കുന്നതിന് പകരം ആക്കുന്ന സമയത്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഈ കോളാമ്പി കണ്ടത്, അത് നല്ല ഭംഗിയായിട്ട് കഴുകി അതിന് പകരം നല്ല പോളിഷ് ചെയ്ത് അത് വെട്ടിത്തിളങ്ങുന്ന തരത്തിൽ പുതിയതുപോലാക്കി. പുതിയതുപോലെ കണ്ടപ്പോ നല്ല സൗന്ദര്യമായി, നല്ല വെട്ടിത്തിളങ്ങുന്ന പുതിയതുപോലെ ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിരുന്നുകാർ നമ്മുടെ ഭവനത്തിൽ വന്നാൽ, ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മൾ ആ പാത്രത്തിൽ ഒരിക്കലും അവർക്ക് കുടിക്കാനുള്ളതോ അവർക്ക് കഴിക്കാനുള്ളതോ നമ്മൾ കൊടുക്കാറില്ല. സംഗതി വൃത്തിയുള്ളതാ, കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ അതിനെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൊടുത്തെന്നിരിക്കട്ടെ, നല്ല വിലയും കിട്ടി, ആ ആള് കൊണ്ടുപോയി അത് ഉടച്ച് ഉരുക്കി അത് മറ്റൊരു ഡൈക്കകത്ത് മനോഹരമായ ഒരു മാനപാത്രമാക്കി, ഒരു കപ്പാക്കി, നല്ല ശോഭയുള്ള കൊത്തുപണിയുള്ള ഒരു കപ്പ്. ആ കപ്പ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു, കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു, ചോദിച്ച വില കൊടുത്തു വാങ്ങി. അതിനെ കട്ടിലിന്റെ കീഴിലല്ല വെക്കാൻ പോയത്, മറച്ചല്ല വെക്കാൻ പോകുന്നത്, ഷോക്കേസിലാണ്.
നമ്മുടെ ഭവനത്തിൽ അച്ഛൻ വരുമ്പോൾ നമ്മളൊരു അടപ്രഥമം ഉണ്ടാക്കിയാൽ ആ പാത്രത്തിൽ, ആ കപ്പിൽ കൊണ്ടു കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കപ്പ് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തരത്തിൽ മാനപാത്രമായി. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, സമൂഹം നിന്നെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്നുണ്ടായിരിക്കാം, സമൂഹം നിന്നെക്കുറിച്ച് ഒരുപാട് പോരായ്മ പറയുന്നുണ്ടായിരിക്കാം. നീ പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നിന്നെ ദിനം ദിനം നിന്നെ ദുഃഖിക്കുന്നുണ്ടായിരിക്കും. നിന്റെ ഓഫീസിലായിരിക്കാം, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ കൂടെ മുട്ടുമടക്കുന്നവരായിരിക്കാം, നിന്റെ ഭവനത്തിലായിരിക്കാം, കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിന്നെ മാറ്റി നിർത്തുക അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയട്ടെ, എല്ലാവരും ഒരുപോലെ നിന്റെ കുറവുകൾ കണ്ട് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, തിരസ്കരിക്കാൻ ഒരുപാട് കാരണങ്ങൾ മുന്നിലുള്ളപ്പോൾ, ഹല്ലേലൂയ നിന്നെ ചേർത്ത് പിടിച്ച് പണിഞ്ഞ് പുതിയ സുഗന്ധമുള്ള ഒരു മാനപാത്രമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു അരുമനാഥൻ നമ്മുടെ അരിക്കലുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിന്ദിച്ചവരുടെ നടുവിൽ, ആക്ഷേപിച്ച് അപമാനിച്ച് അപകീർത്തിപ്പെടുത്തിയവരുടെ നടുവിൽ, ഉയരത്തിലെന്ന് പറഞ്ഞവരുടെ നടുവിൽ 2021 ഹല്ലേലൂയ നിനക്ക് ഒരു അത്ഭുതത്തിന്റെ വർഷമായി, അനുഗ്രഹത്തിന്റെ വർഷമായി, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉപയോഗപ്പെടലിന്റെയും വർഷമായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ഇതുവരെ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ, ഇതുവരെ ഹല്ലേലൂയ നീ ആകേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ, പുതുക്കി പണിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. വലിച്ചെറിയുന്നവനല്ല, പുതുക്കി പണിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. പുതുക്കി പണിയുന്നവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചോദിക്കാം, ഹല്ലേലൂയ ഞാൻ ഉപയോഗപ്പെടുമോ? കർത്താവ് നിന്റെ അരിക്കിലേക്ക്, ഹല്ലേലൂയ നീ അവന്റെ അരിക്കിലേക്കല്ല പോയേക്കുന്നത്, നിന്റെ അരിക്കിലേക്കാ വന്നിരിക്കുന്നത്, നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്കാ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തിരസ്കരിച്ചു പോയവനെ ഹല്ലേലൂയ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന അരുമനാഥൻ ഇന്ന് നിന്റെ അരിക്കൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്ന് പണിയപ്പെടലിന്റെ സുഗന്ധം. രണ്ടാമത്തെ കാര്യം പരിത്യാഗത്തിന്റെ സൗന്ദര്യം. പരിത്യാഗത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ സുഗന്ധം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്താ ഈ സൗന്ദര്യം? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനെ സംബന്ധിച്ച് ഈ ചോദ്യം അത്ര സുഖകരമല്ല, നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. മുള്ളു കൊത്തിക്കേറുന്നത് പോലെ കുത്തിക്കേറുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? വള്ളവും വലയും ഒക്കെ വിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കാലം തിബിരിയാസ് കരയിൽ തന്നെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് പറയുന്നവരുണ്ട്. പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോ ആ മീൻകൂട്ടം എല്ലാം കൂടെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ എന്നെ വിട്ടു പോകണം, ഞാൻ പാപിയാണെന്ന് പറഞ്ഞപ്പോ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞപ്പോൾ സകലവും വിട്ട് അനുഗമിച്ചു. അത് തന്നെ കർത്താവിനോട് അവൻ പറയുന്നുമുണ്ട്, നീ എന്നെ സകലവും വിട്ട് അനുഗമിച്ചവനാണല്ലോ ഞാനെന്ന് കർത്താവെ നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കർത്താവ് തന്നെ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പറയുന്നു യിരെമ്യാവെന്ന് പറയുന്നു, ഏലിയാവെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു. കർത്താവിനോട് ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഇത് ജഡരക്തമല്ല, നിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് പറഞ്ഞതല്ല, ദൈവം തന്നെ നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, നിനക്ക് ദർശനം ലഭിച്ചതാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് നീ ദർശനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനം ഏറ്റെടുക്കാൻ, ദൈവികമായ ചിന്തകളെ വ്യാഖ്യാനിക്കാൻ, ദൈവികമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ദൈവികമായ അരുളപ്പാടിനെ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ നിനക്ക് വലിയ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പത്രോസേ, നീ പത്രോസാ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ആ വലിയ വാഗ്ദാനങ്ങൾ ഏറ്റെടുത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേദന ഉണ്ടാകാതിരിക്കുമോ? ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം എത്രയോ സന്ദർഭങ്ങളിൽ അവന്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുമ്പോ അയ്യോ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച അനുഭവം തന്റെ കണ്ണിൽ കണ്ടതാ. കടലിന്റെ അടിത്തട്ടിലേക്ക് താണുപോകുമെന്ന് വിചാരിച്ച് കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗലീല തടാകത്തിൽ കരങ്ങൾ ഉയർത്തി അവനെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ
തന്നെ ഭയപ്പെടുത്തിയ തിരമാലകളുടെ മുകളിലൂടെ നടന്ന് അവന്റെ മാറിൽ ചാരി മറുകരയാണ് മാർഗോപദേശം നൽകിക്കൊടുത്തവനാണ് ഈ കർത്താവ്. ആ കർത്താവിനെയാണ് അവർ തിരസ്കരിച്ചിട്ട് പോയത്. അതുകൊണ്ട് തീർച്ചയായും ഈ ചോദ്യം അവന്റെ ഉള്ളിനെ പൊള്ളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2020 നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവിന് അനുഗ്രഹകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ അനുവാദം കൊടുത്തു. കർത്താവെ, ഞാൻ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ ഇനി എന്റെ ഇഷ്ടത്തിനല്ല നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ചോദ്യത്തിന് നെഞ്ചിൽ കരം വെച്ച് പറയാനായിട്ട് സാധിക്കുമോ? വെയിലധികമായി. ഹല്ലേലൂയ. അധികാരത്തെക്കാൾ, സ്ഥാനമാനത്തെക്കാൾ, ഭൗതികതയേക്കാൾ, മക്കളെക്കാൾ, ഈ ലോകത്തിലുള്ള യാതൊന്നിനേക്കാൾ അധികമായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ആരാണെന്ന് ആദ്യം പറയാൻ അനുവാദം ലഭിച്ചവനാ. നമ്മളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമായ പദവിയിലിരുന്നവനാ. അവനാണ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ അനുഗ്രഹത്തെ മാത്രം കാണുകയും അനുഗ്രഹിക്കുന്നവനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റിക്കളയുകയും ചെയ്യും. അനുഗ്രഹത്തെ മാത്രം മതി. ഹല്ലേലൂയ. കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭവനത്തിൽ പോയി. സുഹൃത്തിന്റെ ഭവനത്തിലാ പോയത്. അവിടെ ചെന്നപ്പോൾ അവര് മനോഹരമായ ഒരു കപ്പിൽ നല്ല ഒരു ചായ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ചായയുടെ മണം ആ മുറി മുഴുവൻ നിറഞ്ഞു. നല്ല രുചികരമായ ടേസ്റ്റിയുള്ള ഒരു ചായ. എല്ലാവരും ചായ ഊതി ആസ്വദിച്ചു കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയത് ആ കപ്പിനെ കുറിച്ചാണ്. മനോഹരമായ കപ്പ്, ചായ ആസ്വദിച്ചു കുടിച്ചു. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയത് ആ കപ്പിനെ കുറിച്ചാണ്, കപ്പിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ്, കപ്പിന്റെ വിലയെ കുറിച്ചാണ്. ഇന്ന് കണ്ടെയ്നറിനെ കുറിച്ചാ, അതിന്റെ കണ്ടന്റിലല്ല നമ്മൾ ആസ്വദിച്ചത്. പറയാനുള്ളത് മുഴുവൻ കണ്ടെയ്നറിനെ കുറിച്ച്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിനക്കുള്ള അനുഗ്രഹത്തെക്കാൾ വലുതാണ് അനുഗ്രഹം തന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, 32-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പുറപ്പാട് പുസ്തകം പിന്നീട് വായിച്ചാൽ മതി. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാന് നിനക്ക് മുമ്പായി ദൂതനെ അയക്കും, മിസ്രൈമിലേക്ക് പോകാൻ നിനക്ക് മുമ്പായി ദൂതനെ അയക്കും. നമ്മളായിരുന്നേ പറഞ്ഞാൽ എന്നാ ദൂതനെങ്കിൽ ദൂതൻ പോവാം, നീ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണല്ലോ, അഹരോനും കൂടെ കൂട്ടിക്കോ. ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും ഫറവോട് അരികെ പോകുന്നതിന് മുമ്പിട്ട് മോശ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുത്. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുത്. ഹല്ലേലൂയ. ആദ്യം ദൈവം പറയുകയാണ്, നീ പൊയ്ക്കോ, ഞാന് നിനക്ക് ദൂതനെ അയക്കും നിന്റെ കൂടെ. അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ നീ വടിയെടുത്തോണം, മറ്റുള്ള കാര്യങ്ങൾ എടുത്തോണം. നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് പറയാനുള്ളത് പറഞ്ഞ് അതൊക്കെ പറയിക്കാൻ അഹരോൻ കൂടെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞു. പക്ഷേ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് അയക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, 2021 ഹല്ലേലൂയ, നിന്റെ ബാങ്ക് ജോലിയേക്കാൾ, നിന്റെ ഔദ്യോഗികമായ സ്ഥാനത്തേക്കാൾ, നിന്റെ കുഞ്ഞുങ്ങളെക്കാൾ, അവർക്ക് ലഭിക്കുന്ന ഭാവിയേക്കാൾ അപ്പുറമായി എന്റെ കർത്താവ് ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യമില്ല, കർത്താവിന്റെ അനുവാദമില്ലെങ്കിൽ, കർത്താവ് കൂടെ ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ. കർത്താവ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയാൻ. അതെത്ര നല്ല ജോലിയാണെങ്കിലും, അതെത്ര നല്ല കാര്യമാണെങ്കിലും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലായിരിക്കണം അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ചില ത്യാഗങ്ങൾ, പരിത്യാഗത്തിന്റെ സൗന്ദര്യം, ഹല്ലേലൂയ, ഇവിടെ പറയും. നിന്റെ മുമ്പാകെയുള്ള സമർപ്പണം എത്ര വലുതാണെന്ന് ഓർത്ത്, കർത്താവേ, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ
അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതവും പ്രയത്നവും അർത്ഥശൂന്യമാണെന്ന് സമ്മതിച്ച് ഹല്ലേലൂയ എല്ലാത്തിനെയും ഭൗതികത മുഴുവനായി ഹല്ലേലൂയ ത്യാഗം ചെയ്യാൻ, പരിത്യാഗം ചെയ്യാൻ ഇടയാകണം. മൂന്നാമത്തെ കാര്യം പ്രതിബദ്ധതയുടെ സുഗന്ധം. ഹല്ലേലൂയ. ഒന്ന് ഞാൻ പറഞ്ഞ പണിയപ്പെടലിന്റെ സുഗന്ധം. രണ്ടാമത് ഞാൻ പറഞ്ഞത് പരിത്യാഗത്തിന്റെ സുഗന്ധം. മൂന്നാമത് ഞാൻ പറയുന്നത് പ്രതിബദ്ധതയുടെ സുഗന്ധം. വാക്യം 21:15 തന്നെ പറയുന്നുണ്ട്, നീ എന്നെ ഇവൽ അധികമായി സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഈ സ്നേഹം വേദപുസ്തകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. സൃഷ്ടി തന്നെ സ്നേഹത്തിന്റെ അനുഭവമാണ്. കാരണം ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നാ പറഞ്ഞത്. എന്താ കാരണം? അത് സൃഷ്ടിച്ചത് സ്നേഹത്തിലൂടെയാണ്. കർത്താവ് ചെയ്തതെല്ലാം സ്നേഹത്തിലൂടെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അഗപ്പേ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ അനുഭവമാണ് സ്നേഹം. അതിന് വേറൊരു ഉത്തരം പറയാനില്ല. സ്നേഹം എന്നുള്ളൊരു വാക്കിന് ഹല്ലേലൂയ ഫെലോഷിപ്പ് എന്ന് പറയാം, കൂട്ടായ്മ എന്ന് പറയാം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ഏറ്റവും പരമപ്രധാനമായ നൽകപ്പെടലിന്റെ സ്നേഹം. നൽകപ്പെടലിന്റെ സ്നേഹം. ഇപ്പൊ ക്രിസ്മസിന്റെ സമയമാണല്ലോ. ഏറ്റവും ഔന്നത്യപൂർണമായ അനുഭവത്തിൽ ഇരുന്നവൻ ഇത് താണലോകത്തിൽ നമ്മളിൽ ഒരുവനായി ഭൂമിയിൽ ജനിക്കുക. ദൈവം നൽകിയത് ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും ദൈവത്തിന്റെ പൊന്നുമടിയിലിരുന്ന പൊന്നോമന കുമാരനെ എന്റെയും നിന്റെയും സാദൃശ്യത്തിൽ ഈ ലോകത്തിൽ നമ്മോടൊപ്പം ഹല്ലേലൂയ നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ അവനെ തന്നെ നൽകുക. ഹല്ലേലൂയ. സ്നേഹത്തിൽ അങ്ങനെ ഒരു വലിയ അനുഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇത് ഒരു പ്രതിബദ്ധതയുടെ സുഗന്ധമാണ്. ഹല്ലേലൂയ. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന ഒരു ചോദ്യം, സ്നേഹം 3 ചോദ്യമാണ് ചോദിച്ചത്. 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ്, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ? ഉത്തരം പെട്ടെന്നായിരുന്നു, ആലോചിക്കാനേ വന്നില്ല. ഉണ്ട് കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പൊ പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയിക്കാം. വീണ്ടും കർത്താവ് അവന്റെ മുഖത്തേക്ക് നോക്കി, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ വീണ്ടും പറഞ്ഞു. ആ പറച്ചിലിന് ഒരു സന്ദേഹം ഉണ്ടായിരുന്നു, ഒരറപ്പുണ്ടായിരുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോ മൂന്നാമത്തെ ചോദ്യം, അവൻ പറഞ്ഞ പ്രിയം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. പ്രിയമുണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് വെച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ കരഞ്ഞു. ഒന്നാമത്തെ ചോദ്യം ഉടനടി മറുപടി, രണ്ടാമത്തെ ചോദ്യത്തിൽ അല്പസന്ദേഹം, മൂന്നാമത്തെ ചോദ്യത്തിൽ സംസാരത്തിന് മുമ്പ് കരച്ചിൽ, വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, കർത്താവെ, നീ സകലവും അറിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. റോമാലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ സ്നേഹത്തിന് വലിയൊരു നിർവചനം അവിടെ കൊടുക്കുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിൽ സൽക്കാരം ആചരിക്കുകയും ചെയ്യും. ദൈവമക്കളെ, സ്നേഹത്തിന്റെ വലിയ മാതൃക അവിടെ കാണുക. ഉത്സാഹമുള്ളവരെ സ്നേഹിക്കുന്നതിൽ ഉത്സാഹമുള്ളവരാകണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്നേഹിക്കുന്ന കണ്ടീഷൻ വെച്ച കണ്ടീഷൻ നമ്മുടെ ഓർമ്മയിലുണ്ട്. നമുക്ക് ചെയ്തതും നമ്മൾ ചെയ്തതും അവര് മറന്നാലും നമ്മൾ മറക്കത്തില്ല. എന്നാൽ കർത്താവ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് അവരൊക്കെ പറയുന്നുണ്ട്, ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, ആഹാരമില്ലാത്തവനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരമില്ലാതിരുന്നപ്പോൾ ആഹാരം തന്നു, വസ്ത്രമില്ലാതിരുന്നപ്പോൾ വസ്ത്രം തന്നു, എനിക്ക് തടവിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്നു, അങ്ങനെ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഇതൊക്കെ പറഞ്ഞപ്പോൾ
അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ എപ്പോഴാ അങ്ങനൊക്കെ ചെയ്തത്? എപ്പോഴാ നീ അതിഥിയായി വന്നത്? എപ്പോഴാണ് നീ നഗ്നനായി വന്നത്? എപ്പോഴാണ് നീ തടവിലായത്? എപ്പോഴാണ് നീ രോഗിയായത്? എപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം നിനക്ക് തന്നത്? ഞങ്ങൾ ഓർക്കുന്നില്ലല്ലോ. ദൈവമക്കളെ, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്താൽ നീ ചെയ്തത് ഓർത്തു വെക്കാനല്ല, അത് ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അതറിയുന്ന ദൈവമക്കൾ ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇന്നാർക്ക് ഇന്നത് ചെയ്തല്ലേ, നമ്മൾ പറയുന്നത് വലിയ അവകാശവാദം. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് ഗുണമല്ലാതെ ആർക്കും ദോഷമില്ല. ഞാൻ എന്തെല്ലാം അപകാരങ്ങളാണ് ഓരോരുത്തർക്ക് ചെയ്തത്. ഞാൻ ചെയ്തത് ഓരോന്നും എണ്ണി എണ്ണി പറയാൻ എനിക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നത് എന്തെങ്കിലും അവൻ നമ്മളെ ഞാൻ ഇന്നത് ചെയ്തത് കൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാൻ ഇടയായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എണ്ണമില്ലാത്ത നന്മകൾ. പ്രൈസ് ദ ലോർഡ്. ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്വാറന്റൈനിലായിരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും പട്ടിണിക്കിടാതെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 അനുഭവിച്ച ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ജോലി പോയപ്പോഴും, ഹല്ലേലൂയ, ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോഴും, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ, അവൻ നമ്മളെ കരുതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്നിടത്തിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് കണ്ണ് നിറയണം. കർത്താവേ, ഞാൻ ചെയ്തതിനൊക്കെ കണക്ക് വെക്കുക, എന്നാൽ കണക്ക് വെക്കാതെ നീ എന്നെ സ്നേഹിച്ചത്. ഹല്ലേലൂയ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നിനക്ക് സകലം അറിയാമല്ലോ, എന്റെ ബലഹീനത അറിയാമല്ലോ, എന്റെ പോരായ്മ അറിയാമല്ലോ, എന്റെ ജീവിതത്തിന്റെ കുറവുകൾ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ, എന്റെ അവസ്ഥയും സാഹചര്യങ്ങളും നിനക്കറിയാമല്ലോ, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നിനക്കറിയാമല്ലോ, ഞാൻ അറിയാത്ത ഒരു വാക്കും എന്റെ നാവിലില്ലല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ നീ പ്രതിബദ്ധതയുടെ ഒരു സുഗന്ധം വരണം. പ്രതിബദ്ധതയുടെ, എന്റെ കർത്താവേ, ഹല്ലേലൂയ, നിനക്ക് സകലവും അറിയാം എന്നുള്ള സമർപ്പണ അനുഭവത്തിൽ, കരച്ചലിന്റെ അനുഭവത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. നാലാമത്തെ കാര്യം, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പൂരിപ്പിക്കുന്ന സുഗന്ധം. പ്രൈസ് ദ ലോർഡ്. ഒന്ന്, ഹല്ലേലൂയ, പണിയപ്പെടലിന്റെ സുഗന്ധം. രണ്ട്, പരിത്യാഗത്തിന്റെ സുഗന്ധം. മൂന്ന്, പ്രതിബദ്ധതയുടെ സുഗന്ധം. നാല്, പൂരിപ്പിക്കുന്ന സുഗന്ധം. ഹല്ലേലൂയ. 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ. ഓരോ പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറയുന്നു. രണ്ടാമത് വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നു, നീ എന്റെ ആടുകളെ മേയിക്കുക എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, ആടുകളെ പാലിക്കുക എന്ന്. ദൈവമക്കളെ, എന്താ എന്റെ അർത്ഥം? ഹല്ലേലൂയ, കർത്താവ് നിന്നെ ഈ ഭൂമിയുടെ പരപ്പിൽ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി ആയുസ് നൽകി തന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത് നിനക്ക് വേണ്ടി ജീവിക്കാനല്ല, കർത്താവിന്റെ വേല പൂരിപ്പിക്കാനാ. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വേലയിൽ നീ വളർന്നു. കാരണം ദൈവം നല്ല ഇടയനാണെന്നാ പറഞ്ഞത്. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, അതുകൊണ്ട് ആടുകളെ പാലിക്കാനുണ്ട്, അല്ലേ? ദാവീദ് പറഞ്ഞു, യഹോവേ, നീ എന്റെ ഇടയനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇടയനാണ്. ഹല്ലേലൂയ. ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത്. ഇവിടെ പറയുന്ന അവന്റെ ആടുകളെ മേയിക്കാൻ കർത്താവിന് പകരം എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, റോമാലേഖനം അതിന്റെ 15-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 15-ാം അധ്യായം, റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവിന്റെ വേല, ഹല്ലേലൂയ, തടസ്സം കൂടാതെ നിന്നിലൂടെ നടക്കാൻ ദൈവം നിന്നെ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു സുഗന്ധമായി, സൗരഭ്യവാസനയായി നിന്നെ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൻ സഭയെ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ പറയുക,
എൻ്റെ കഷ്ടതയിൽ, ഞാൻ ജഡത്തിൽ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളിൽ ഞാൻ അത് തുടർന്ന് കൊണ്ടുപോവുക, ആ വേദന ഞാൻ ഏറ്റെടുക്കുക, അത് ഞാൻ പൂരിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. അവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഇതുവരെ നടന്നത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ, എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൽക്കുകയും വേറൊരുത്തൻ നിന്റെ ഉടുപ്പ് മാറ്റി മുണ്ടുടുപ്പിച്ച് അവൻ ഇഷ്ടമുള്ളിടത്തേക്ക്, വേറൊരു സ്ഥലത്തേക്ക്, ഇന്നിന്ന മരണം കൊണ്ട് നിന്നെ സൂചിപ്പിക്കും എന്ന് അവിടെ പറയുക. ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറയുക. മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, മരണം വരെ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ഞാൻ ചോദിക്കട്ടെ, എത്ര വയസ്സായി? ഇതുവരെ പള്ളി പോയി പ്രാർത്ഥിച്ചു, കുർബാന കൊണ്ടു, പ്രസംഗം നടത്തി, പ്രസംഗിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് പോരാ. എവിടൊക്കെ കർത്താവിന്റെ വേലയിൽ പൂരിപ്പിക്കപ്പെടാനായിട്ട് നിന്നെ ദൈവമാക്കി എന്നുള്ളത് ഇന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയും, കുടുംബത്തിലെങ്കിലും മക്കളുടെ മുമ്പിലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു സാക്ഷ്യമായി തീരാൻ. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവമാണ് എന്നിലുള്ളത്. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ പാട്ട് കേട്ടിട്ടോ നമ്മുടെ പ്രസംഗം കേട്ടിട്ടോ അല്ല. പിന്നെയോ ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെന്ന് അവര് പറയണം, അവര് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ പ്രസംഗിക്കുമ്പോ ഹല്ലേലൂയ, പ്രസംഗിക്കുന്ന എനിക്ക് ഉള്ളത്തിൽ തട്ടിയില്ലേലും ഹല്ലേലൂയ, വെളിയിൽ നിൽക്കുന്നവർ, ചിലപ്പോ ആ ശബ്ദം കേൾക്കുന്നവർ, അവരുടെ കണ്ണ് നിറയും. ഹല്ലേലൂയ. ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുമ്പോ ഹല്ലേലൂയ, ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യമാ. പ്രസംഗിക്കുന്ന എന്റെ കഴിവോ എന്റെ ശക്തിയോ എന്റെ സ്വരമാധുരിയോ എന്റെ ഭാഷാശുദ്ധിയോ ഒന്നുമല്ല. പിന്നെയോ ആ പറയുന്ന കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ഉള്ളത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോ നിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഒരു രൂപാന്തരത്തിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് കഴിയും. നമ്മുടെ യുക്തി നമ്മുടെ ശക്തിയും കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ നമ്മളെ കൊണ്ട് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോ ഓർക്കും, കർത്താവേ, എനിക്ക് രൂപാന്തരം തരുന്നതോടൊപ്പം ഹല്ലേലൂയ, ഈ ശബ്ദം കേൾക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കിന്റെ അനുഭവത്തിൽ ഒരാൾക്കെങ്കിലും അനുതാപത്തിലേക്ക് നയിക്കപ്പെടാൻ ഇടയായെങ്കിൽ അത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വർഷം ഞാൻ കൊല്ലം CSI പള്ളിയിൽ പ്രസംഗിക്കാനായി, കൊല്ലം ടൗൺ CSI ചർച്ച പ്രസംഗിക്കാനായിട്ടും അവിടെ ചെന്നപ്പോഴേ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ഈ പള്ളിക്കാരും മനസ്സാന്തരപ്പെടുമെന്ന് വിചാരിക്കണ്ട, അവരാരും വചനം, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ മീറ്റിംഗ് ഒക്കെ നടത്തുന്നതെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. അപ്പോ വളരെ മനോഹരമായ പാട്ട് പാടി, CSI ആണല്ലോ, മനോഹരമായ പാട്ട് പാടിയപ്പോൾ അവിടെ ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചുങ്ങൾ കൈയടിച്ച് പാടാൻ തുടങ്ങി. അപ്പോ കൊയർ ലീഡർ എന്നിട്ട് പറഞ്ഞു, കൈയടി നിർത്ത്, താളം തെറ്റുന്നെന്ന് പറഞ്ഞു. പിള്ളേരെ കൊണ്ട് പാടിച്ചതുമില്ല. ഇപ്പൊ മനോഹരമായി ഇവരിവിടെ പാടി. 3 ദിവസത്തെ പ്രസംഗം, 3 ദിവസം ഞാൻ പോയി വരികയായിരുന്നു. 3-ാമത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ യാത്ര പറഞ്ഞു, അവൾ സംഘാടക യാത്ര പറഞ്ഞു. ഞാൻ കാറിൽ കയറി വെളിയിൽ ഇറങ്ങി ഗേറ്റിന്റെ അടുത്ത് വരുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി, സദാനന്ദൻ എന്നാ പുള്ളിയുടെ പേര്, കൈ കാണിച്ചു വണ്ടി നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ 1 മിനിറ്റ് ഒന്ന് ഇറങ്ങൂ. ഞാൻ ഇറങ്ങി. ഇനി എന്താ കാര്യം എന്ന് അറിയാൻ വയ്യ. ഇറങ്ങിയപ്പോ ആ മനുഷ്യൻ എന്റെ കൈക്ക് പിടിച്ച് കൈക്കൊരു ഉമ്മ തന്നു. വാ വിട്ടങ്ങ് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം, എന്താ വിഷമം, എന്താ പ്രതിസന്ധി, എന്താ പ്രശ്നം, എന്താ, ഞാൻ എന്തെങ്കിലും? പറഞ്ഞു, അല്ല, ഈ 3 ദിവസവും ഞാൻ ആ വാതുക്ക നിന്ന് പള്ളിക്കകത്ത് കയറാൻ എനിക്ക് അനുവാദമില്ലല്ലോ, പുറത്തു നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു. പുറത്തു നിന്ന് പ്രസംഗം കേൾക്കുക, പറഞ്ഞതെല്ലാം എന്നോടാ. സാറ് പറഞ്ഞ യേശു തിരസ്കരിച്ചതിനെ സ്നേഹിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും പൂരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ആ കർത്താവിനെ വേണം, എനിക്ക് ആ കർത്താവിനെ വേണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ, അവിടെ നിൽക്കുന്നിടത്ത് ആ മനുഷ്യൻ മുട്ടുകുത്തി. ഞാൻ പ്രാർത്ഥിച്ച് പോരുന്ന സമയത്ത് എന്റെ മനസ്സ് മൊത്തം സന്തോഷമായി. 3 ദിവസം കൺവെൻഷൻ നടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അച്ഛനെ വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, അകത്തുള്ളവർക്ക് ആവശ്യമില്ലേലും പുറത്തുള്ളവർക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയട്ടെ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നിന്നെ കാണുന്നവർ കർത്താവിന്റെ പ്രവൃത്തി നിന്നിലൂടെ പൂരിപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ പ്രവൃത്തി പൂരിപ്പിക്കപ്പെടട്ടെ. നമ്മുടെ തലമുറകൾ കർത്താവിന്റെ പ്രവൃത്തി പൂരിപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ നിർത്തുകയാണ്.
ദൈവത്തിന് സ്തോത്രം. തിരസ്കരിച്ചവരുടെ നടുവിലേക്ക്, തള്ളിപ്പറഞ്ഞവന്റെ അരിക്കിലേക്ക്, തള്ളിക്കളഞ്ഞവന്റെയും അകലം വിട്ട് അനുഗമിച്ചവന്റെയും അരിക്കിലേക്ക്, സ്വന്തം സൗഭാഗ്യങ്ങളെ തേടി പോയവന്റെ അരിക്കിലേക്ക് പ്രാതലൊരുക്കി കർത്താവ് കടന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ എത്രയോ സന്ദർഭങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, വചനത്തിൽ പുറകിൽ മാറ്റിയിട്ടുണ്ട്, ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ, സമർപ്പണത്തെ അംഗീകരിക്കാതെ, സമർപ്പണത്തെ അതേ ഒന്ന് ഓർത്തുപോലും നോക്കാതെ, കർത്താവിന്റെ അടുത്തടുത്ത തീരുമാനങ്ങളെ കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ നമ്മൾ മാറിപ്പോയ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിന്റെ കുടുംബത്തിൽ കർത്താവ് വന്നിട്ടുണ്ട്. നിന്റെ മേശക്കരികിൽ, നിന്റെ കസേരക്കരികിൽ കർത്താവ് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തള്ളിക്കളയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട് തള്ളിക്കളയാൻ. എന്നാൽ ചേർത്ത് പിടിക്കാൻ കുറച്ച് കാരണങ്ങളെ കാണും. ആ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഹല്ലേലൂയ തിരസ്കരിക്കാതെ, തള്ളിക്കളയാതെ, ഹല്ലേലൂയ ഔട്ട്ഡേറ്റഡ് ആയതിനെ ഹല്ലേലൂയ പുതുക്കി പണിയുന്ന, വലിച്ചറിയാതെ പുതുക്കി പണിയുന്ന ഒരു കർത്താവ് ഇന്ന് വന്നിട്ടുണ്ട്. പണിയപ്പെടലിന്റെ സൗന്ദര്യം നമുക്ക് കർത്താവിന് ചോദിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഭാവി എന്താകും, എന്റെ ജീവിതം എന്താകും, ഒന്ന് തീരുമാനിക്കാമോ? രണ്ടാമത്തെ കാര്യം, പരിത്യാഗത്തിന്റെ സൗന്ദര്യം. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം കുത്തുകൊള്ളട്ടെ. കുത്തുകൊള്ളുന്നതും മുറിപ്പെടുത്തുന്നതും നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനല്ല. ഈ വേദനിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചത് നിന്നെ സമർപ്പണത്തിലേക്ക് നയിക്കാൻ. ഹല്ലേലൂയ. ഇവരിലധികമായി കർത്താവേ എനിക്ക് പ്രിയമുണ്ടെന്ന് പറയാം, എനിക്ക് കർത്താവേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് ഓടിച്ചു പറയാം. എന്നാൽ സന്ദേഹത്തോടൊന്ന് പറയാൻ നോക്ക്. അവസാനം പ്രിയമുണ്ടോ എന്നുള്ള ചോദ്യം ഏറ്റെടുത്ത് ചോദിക്കും. നിന്റെ ഭാഷയിൽ നീ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ചോദിക്കുമ്പോ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞ വാക്കെടുത്ത്, എനിക്ക് നീ പറഞ്ഞത് ആത്മാർത്ഥമാണോ, എന്നോട് നിനക്ക് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവന്റെ ഉള്ളം നിറഞ്ഞു, കണ്ണ് നിറഞ്ഞു. കർത്താവേ നിനക്ക് സകലവും അറിയാം. യെസ്, യെസ്, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമയം. അത് മാത്രമല്ല, പരിത്യാഗത്തിന്റെ സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ദൈവം നിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുക. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിബദ്ധതയുടെ സൗന്ദര്യമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എത്തിക്കുക. കർത്താവേ, ഇനി ഹല്ലേലൂയ ഞാനല്ല, നിന്റെ സ്നേഹത്തിലൂടെ മാത്രമേ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കണക്കിന് വെക്കുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അധ്വാനിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് കണക്ക് ഞാൻ വെക്കുന്നില്ല. എടോ മിഷന് വേണ്ടി പ്രവർത്തിച്ചതും ഇടവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതും കർത്താവിനെ പ്രവർത്തിച്ചതൊന്നും ഞാൻ കണക്ക് വെക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. കാരണം നീ എനിക്ക് ചെയ്ത നന്മകൾ അതിലും അപ്പുറമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനമായി കർത്താവെ, നീ ചെയ്തു വെച്ച് അവസാനിപ്പിച്ച വേല ഞാൻ എന്നിലൂടെ, എന്റെ തലമുറയിലൂടെ, ഹല്ലേലൂയ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തുടരുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നടന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ നടന്നുപോയപ്പോ, ഈ ഗന്നസറ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്, ആ പടകിൽ കയറി എബി ബ്രദർ ഉണ്ടായിരുന്നു. എനിക്കത് മറക്കാൻ പറ്റാത്ത അനുഭവം. ആ കാര്യം ഞാൻ എല്ലായിടവും പറയാറുമുണ്ട്. ആ പടകിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചപ്പോ, ഹല്ലേലൂയ, ഈ കവർന്നുപോമിന്റെ അനുഭവത്തിലേക്ക് അവിടെ നടന്നു പോയപ്പോ, കർത്താവ് നടന്ന പാദങ്ങൾ സ്പർശിച്ച ആ പുണ്യപാദം നടന്ന അനുഭവത്തിലൂടെ കടന്നുപോയപ്പോ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, അതൊക്കെ ഒരു പുതുക്ക സമർപ്പണത്തിന്റെ അനുഭവമായി തീരുവാനിടയായി. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ ചോദ്യങ്ങൾ. നമ്മളോട് ഓരോരുത്തരോട് ദൈവം ചോദിക്കുന്നു. ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പണിയപ്പെടലിന്റെ സുഗന്ധമായി, പരിത്യാഗത്തിന്റെ സുഗന്ധമായി, ഹല്ലേലൂയ, പ്രതിബദ്ധതയുടെ സുഗന്ധമായി, പൂരിപ്പിക്കപ്പെടലിന്റെ സുഗന്ധമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.